നമസ്കാരം. ഓരോ പുതിയ മാസവും പുതിയ പ്രതീക്ഷകൾ തന്നെയാകുന്നു. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരണം, കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകണം എന്ന ചിന്ത ഓരോ മാസവും ഓരോ പുതിയ ദിവസവും നിങ്ങളിൽ വന്നു ചേരും. എന്നാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? പുതിയ മാസം, അതായത് ജൂൺ മാസം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ജൂൺ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നതായ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തെ ചിത്രം ഉപ്പന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം മയിലിന്റെ ചിത്രവും മൂന്നാമത്തേത് കാക്കയുമാകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന, ഈ മാസം സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ എവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം പരീക്ഷണങ്ങൾ അതിജീവിക്കേണ്ടതായി വരാം. അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും പതറുവാൻ പാടുള്ളതല്ല. ഈ പരീക്ഷണങ്ങൾ അതിജീവിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരും. അതിനുള്ള ഒരു ആദ്യ ചവിട്ടുപടിയായി തന്നെ ഈ പരീക്ഷണങ്ങളെ കണ്ടാൽ മതി എന്ന കാര്യവും ഓർക്കുക. പതറാതെ നിൽക്കുക എന്ന കാര്യമാണ് ഈ മാസം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വന്ന് ഭവിച്ചു എന്ന് വരാം. എന്നാൽ അതിലൊന്നും പതറാതെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും. തുടർച്ചയായ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുള്ളതാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ, നഷ്ടങ്ങൾ, അത് സാമ്പത്തികപരവും അല്ലാതെയുമുള്ള നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. അതിൽ നിന്നും കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതായത് തുടർച്ചയായ പരാജയങ്ങൾ ഈ മാസം സംഭവിക്കണം എന്നില്ല. വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തനിക്ക് നേട്ടങ്ങൾ കൊയ്യുവാനും ഇതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനം നിങ്ങൾ ചെയ്യേണ്ടതായി വരാം. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ആത്മവിശ്വാസം പതിവിലും വളരെയധികം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ജൂൺ മാസം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യും. സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ മാസം നിങ്ങളുടെ ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങൾ ഒരിക്കലും സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയും എന്നാൽ ആ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകുമോ, താൻ ആ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുമോ എന്ന അമിതമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വിശ്വാസം ഒരിക്കലും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുവാൻ അഥവാ കൈവിടാൻ പാടില്ല എന്ന കാര്യമാകുന്നു. അത്തരത്തിൽ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളിലും നിങ്ങൾ അർഹിക്കുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഏതൊരു കാര്യത്തിലാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ കാര്യങ്ങളിൽ അർപ്പിക്കുക. മനസ്സ് പൂർണ്ണമായും അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ
കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും എല്ലാം അവസാനിച്ചു എന്ന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. എന്നാൽ അതിൽ നിന്നും തീർത്തും മാറ്റങ്ങൾ കടന്നു വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. എല്ലാം അവസാനിച്ചു എന്ന ചിന്താഗതി നിങ്ങൾ മനസ്സിൽ നിന്നും മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഭഗവാനായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. തീർച്ചയായും ആദ്യത്തെ ചിത്രം ഉപ്പൻ തെരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. എന്നാൽ ഈ മാസം ആരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവതയെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. രണ്ടാമത്തെ ചിത്രമായ അഥവാ രണ്ടാമത്തെ പക്ഷിയായ മയിലിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അഥവാ ഭഗവാനുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടും ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ടും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ, അതായത് ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിപ്പിച്ച് കൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അർഹതയുള്ളത് മാത്രം ആഗ്രഹിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ നിരവധി കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുകയും അത് പലതും നിങ്ങൾക്ക് അനുയോജ്യമല്ലാതെ ആവുകയും അതിൽ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അർഹതയുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. മറ്റുള്ളവരെ അപമാനിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ അപമാനിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. എന്നിരുന്നാലും ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഏവരോടും ബഹുമാനത്തോടെ തന്നെ പെരുമാറുകയും ചില അപ്രതീക്ഷിതമായ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യാം. ചില വ്യക്തികളെ ഈ മാസം പരിചയപ്പെടുകയോ അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയോ ചെയ്യാവുന്നതാകുന്നു. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആ തടസ്സങ്ങൾ താൽക്കാലികമാണ് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കൂ. തടസ്സങ്ങൾ എല്ലാം നിസാരമായി കാണുകയും അല്ലെങ്കിൽ അത് നിസാരമായി തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ചിന്താഗതി, പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് ഈ സമയം അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ ചില കാര്യങ്ങൾ ഈ മാസം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതുമായി ബന്ധപ്പെട്ട് അത് നടക്കാനുള്ള വഴി തെളിയും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പൊതുവെ നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. നല്ല മനസ്സുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ കഴിവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ സ്വന്തം കഴിവ് നിങ്ങൾ ഈ മാസം തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാം ശുഭകരമായി തന്നെ കലാശിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സമയം തന്നെയാണ് ഇത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രതികൂലമായി ഭവിച്ചാലും പ്രതീക്ഷ കൈവിടാൻ പാടുള്ളതല്ല.
പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായി തീരും. മുന്നേറുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനത്തിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഓരോന്നായി മാറും എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മാറും എന്നല്ല, ഓരോന്നായി മാറുകയും ആഗ്രഹങ്ങൾ ചിലത് നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ധനപരമായ പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാലും പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ മാസം പൊതുവെ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതായ സമയം. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഈ മാസം പ്രത്യേകം ഓർക്കുക. മൂന്നാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ സമൃദ്ധി, സൗഭാഗ്യം എന്നിവ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിന് അനുയോജ്യമായ ഒരു മാസമാണ് ജൂൺ മാസം എന്ന് നിങ്ങൾ ഓർക്കുക. അത്തരത്തിൽ ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി സാധിക്കുന്നത്. ഈ സമയം വിജയങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ വിജയങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ധനപരമായ ഉയർച്ച ജീവിതത്തിൽ സ്വന്തമാക്കുവാനും സാധ്യത അല്പം കൂടുതലാകുന്നു. തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യക്കുറവ് അല്പം ഒഴിഞ്ഞു പോകുന്നതായ സമയമാകുന്നു. അതിനാൽ ചില കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കില്ല എന്ന് വിചാരിച്ചാൽ പോലും ഭാഗ്യം തുണയ്ക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഭാഗ്യക്കുറവ് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയം. ഈ സമയം ജ്ഞാനം അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. പലവിധ തടസ്സങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ ചിലത് വഴിമാറി പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം ശരിയായ പാതയിലൂടെ ശരിയായ ചിന്തകളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. പലരും പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ പല രീതിയിലും ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കും. എന്നിരുന്നാൽ പോലും ആ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ക്ഷമാശീലം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. ശ്രമിക്കുകയാണ് എങ്കിൽ അത് നടക്കും എന്ന കാര്യം ഓർക്കുക. ക്ഷമാശീലത്തിലൂടെ അഥവാ ക്ഷോഭം നിയന്ത്രിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. വന്നു ചേരേണ്ട പല സൗഭാഗ്യങ്ങളെയും അനുകൂലമാക്കി തീർക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും പല പ്രശ്നങ്ങളും കേൾക്കേണ്ടതായി വരാം. അത് ക്ഷമയോടെ കേൾക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. ആരെയും നിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഏവരുമായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം എന്ന കാര്യവും അറിയേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാകുന്നു. നിങ്ങളിലുള്ള കഴിവുകളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം കൈവരിക്കുവാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരാം. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ശ്രദ്ധയോടെ ചികിത്സ യഥാസമയം നേടി മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട അത്തരം ദോഷങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക.
ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു മാസമായി മാറും. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കുക. പ്രതിസന്ധികൾ ശക്തിയോടെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും പ്രതിസന്ധികൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഈ സമയം ധൈര്യം, ആത്മവിശ്വാസം എന്നിവ ജീവിതത്തിലേക്ക് പതിവിലും വിപരീതമായി പെട്ടെന്ന് കടന്നു വരികയും അത് നിലനിർത്തുവാനും സാധിക്കുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം. കർമ്മനിരതരാവുകയും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു മാസമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ബുദ്ധി സാമർഥ്യം നിങ്ങൾക്ക് പ്രകടമാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഉറപ്പായും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ഒരു പരിധിവരെ ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാവുന്ന സമയമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല ശുഭകരമായ കാര്യങ്ങളും ശുഭകരമായ വാർത്തകളും വന്നു ചേരാം. മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അവയെ തരണം ചെയ്യുവാൻ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായി നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പോലും ഒരു പരിധിവരെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.